ഒരു പണിയും ചെയ്യാതെ ഒരു മെനക്കേടുമില്ലാതെ, അതായത് മേലനങ്ങാതെ ഒരു കാര്യം എങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നവരാണല്ലോ നമ്മളിൽ പലരും. പറഞ്ഞു വരുന്നത് എലോൺ മസ്ക് ന്യൂറലിങ്ക്, മനുഷ്യനിൽ ആദ്യമായി ബ്രെയിൻ ചിപ്പ് ഘടിപ്പിച്ചതിനെ പറ്റിയാണ്. മനുഷ്യന്റെ തലച്ചോറിനെ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി തലച്ചോറിൽ ഘടിപ്പിച്ച ചിപ്പിന് ടെലിപ്പതി എന്നാണ് മസ്ക് നൽകിയ പേര്. എന്താണ് ഈ ചിപ്പ്, എന്തിനാണ് ഈ ചിപ്പ് എന്നൊക്കെയുള്ള സംശയങ്ങൾ ഇപ്പോഴും പലർക്കുമുണ്ട്. 2016 കാലിഫോർണിയയിൽ മെഡിക്കൽ ഗവേഷണത്തിനായി രജിസ്റ്റർ ചെയ്തതാണ് മസ്കിന്റെ ഫണ്ടിങ്ങിലുള്ള ന്യൂറാലിങ്ക് കമ്പനി. കഴിഞ്ഞ വർഷം മെയ്യിലാണ് മനുഷ്യരിൽ ചിപ്പ് പരീക്ഷിക്കാൻ ന്യൂറലിങ്കിന് US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അനുമതി നൽകിയത്. മൃഗങ്ങളിലെ പരീക്ഷണത്തിന് ശേഷമാണ് ഈ അനുമതി. തലയോട്ടിയുടെ ചെറിയൊരു ഭാഗം നീക്കം ചെയ്ത് അതിലൂടെ ചെറിയ കമ്പ്യൂട്ടർ ചിപ്പ് ഘടിപ്പിക്കും. റോബോട്ട് വഴിയാണ് സർജറി ചെയ്യുന്നത്. തലച്ചോറിൽ ചിന്തകളെ നിയന്ത്രിക്കുന്ന ഭാഗത്തായാണ് തലമുടി നാരിനേക്കാൾ നേർത്ത ചിപ്പ് ഘടിപ്പിക്കും. 64 നൂലിഴകൾ ചേർത്താണ് ചിപ്പ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ന്യൂറാലിങ്ക് വ്യക്തമാക്കുന്നു. ചിപ്പ് ഘടിപ്പിച്ചയാൾ എന്താണ് ചെയ്യാൻ പോകുന്നത് തിരിച്ചറിഞ്ഞ ശേഷം തലച്ചോറിൽ നിന്നും അത്തരം സിഗ്നലുകളെ ആപ്പുകളിലേക്ക് കൈമാറുകയാണ് ചിപ്പ് ചെയ്യുന്നത്. നിരവധി കാര്യങ്ങൾ ഇതുവഴി സാധ്യമാകും എന്നാണ് കമ്പനിയുടെ പ്രതീക്ഷ. ശരീരം തളർന്നു പോയവർക്കും കാഴ്ചയില്ലാത്തവർക്കുമൊക്കെ ഇത് ഉപയോഗമാകുമോ എന്നറിയാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. അതായത് ചിപ്പ് വഴി ചിന്തയിലൂടെ തന്നെ ഫോണിന്റെയോ കമ്പ്യൂട്ടറിന്റെയോ നിയന്ത്രണം സാധ്യമാകും. എങ്ങനെ ഇത് ഉപയോഗിക്കുമെന്നല്ലേ? ശാരീരിക പരിമിതിയുള്ളവർക്ക് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ബ്രെയിൻ ഇന്റർഫേസ് സൃഷ്ടിക്കുക എന്നതാണ് ഇതിന്റെ ദൗത്യം. ട്രൈം എന്ന് വിളിക്കുന്ന ട്രയലിൽ സുഷുപ്ന നാഡിക്ക് പരിക്കേറ്റവർക്കും അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലീറോസിസ് ഉൾപ്പെടെ ബാധിച്ച രോഗികൾക്കുമാണ് ചിപ്പ് ഘടിപ്പിക്കാൻ ലക്ഷ്യമിടുന്നത്. ഈ ചിപ്പ് സുരക്ഷിതമാണോ? ട്രയൽ സേഫ്റ്റി പ്രോട്ടോകോളുകൾ ലംഘിച്ചതിന് ഈ മാസം കമ്പനിക്ക് പിഴ ചുമത്തിയിരുന്നു. പക്ഷാഘാതം, അപസ്മാരം, മസ്തിഷ്ക വീക്കം എന്നിവയുള്ള മൃഗങ്ങളിൽ ചിപ്പ് ഘടിപ്പിച്ച സാങ്കേതിക വിദ്യ സുരക്ഷിതമാണെന്ന് നിക്ഷേപകരെ തെറ്റിദ്ധരിപ്പിച്ചതിന് $5 മില്യൺ പിഴ ചുമത്താവുന്ന കുറ്റവും കമ്പനിയിൽ ആരോപിക്കപ്പെട്ടു. അതിനാൽ സുരക്ഷിതമാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുന്നു. അതേസമയം ചിപ്പ് ഘടിപ്പിച്ച രോഗി സുഖം പ്രാപിച്ചു വരികയാണെന്നും ഇത് ശുഭസൂചനയും പ്രതീക്ഷകളും നൽകുന്നതാണെന്നുമാണ് മസ്ക് അറിയിച്ചിരിക്കുന്നത്.